പലയിടങ്ങളിലായി പോലീസ് വടം കൊണ്ടും കയറുകൊണ്ടുമൊക്കെ സമീപത്തുള്ള തൂണിലും അതുപോലെ തന്നെ ലോറിയിലും മതിലിലുമൊക്കെ കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ കയറ് അഴിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം നടത്തിയത്. ആ ശ്രമം ഏറെക്കുറെ ഒരു 50% വിജയിച്ചു. ആ ഘട്ടത്തിലാണ് ഈ ജലപീരങ്കി പ്രയോഗിച്ചത്. ആ സമയത്ത് പ്രവർത്തകന്മാർ അല്പം ഒന്ന് പുറകോട്ട് പോയെങ്കിലും വീണ്ടും ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുകയും ഈ ബാരിക്കേഡ് പിടിച്ചു കുലുക്കാനുള്ള ഒരു ശ്രമവും ഉൾപ്പെടെയാണ് നടത്തുന്നത്. മറിച്ചിടാനുള്ള ശ്രമം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇന്നലത്തെ മാർച്ചിൽ വലിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിനുൾപ്പെടെ ഈ തലയ്ക്ക് അടിയേറ്റ് ചോര വാർന്നുള്ള ഒരു പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പുറമെ 6ഓളം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഇന്നലത്തെ മാർച്ചിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പരിക്കുകളേറ്റിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ പോലീസിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രകോപനപരമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ശക്തമായിട്ടുള്ള സമരമാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് DYSP ഓഫീസിന് മുന്നിൽ കാണുകയും ചെയ്യുന്നത്. വീണ്ടും ഈ ബാരിക്കേഡ് പിടിച്ചു കുലുക്കി ഇത് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ പിരിഞ്ഞു പോവാതെ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചുകൊണ്ട് ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരു വശത്ത് ഒരു പറ്റം കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ കൊടി കെട്ടിയ വടി കൊണ്ട് മറുവശത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അടിക്കാനും അല്ലെങ്കിൽ അവർക്ക് നേരെ അത് വലിച്ചെറിയുന്ന ഉൾപ്പെടെയുള്ള കാഴ്ച കാണാൻ വേണ്ടി കഴിയും. നേരെ അല്പം മാറി മറ്റൊരു വശത്ത് ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീവ്രമായ ശ്രമവും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ മാർച്ചിനകത്ത് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭമാണ് അല്ലെങ്കിൽ പ്രതിഷേധമാണ് മൻസൂർ കോളേജിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ നടത്തിയിട്ടുള്ള പോലീസ് അല്ലെങ്കിൽ ഇന്നലെ ഈ ആശുപത്രിയിലേക്ക് നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അകാരണമായി യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ഈ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മർദ്ദിച്ചത് എന്നുള്ള ആരോപണം കൂടി പ്രധാനമായും ഉയർത്തുന്നു. വീണ്ടും ശക്തമായ രീതിയിൽ ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ കൂടി അത് അവർക്ക് പൂർണ്ണമായി വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല. മറുവശത്തേക്ക് കയറി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ഒരു പ്രകോപനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി ഈ ബാരിക്കേഡ് വീണ്ടും പിടിച്ചു കുലുക്കി അത് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ DYFIയും ഇതേ സ്ഥലത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ആദ്യം ഈ മാർച്ചുകൾ തുടങ്ങുന്നതിന് മുമ്പ് പോലീസ് വലിയ രീതിയിൽ ബന്ദോബസ്തായി ഈ ബാരിക്കേഡ് എല്ലായിടത്തും വടം ഉപയോഗിച്ചും അതുപോലെ തന്നെ റോഡിൽ കമ്പി അടിച്ച് കെട്ടി ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ നേരത്തെ DYFI പ്രവർത്തകർ മാർച്ച് നടത്തിയ ഘട്ടത്തിൽ ഈ ബാരിക്കേഡ് ഇളക്കം സംഭവിച്ചിരുന്നു. അത് അല്പമെങ്കിലും ഈ കെട്ടൊക്കെ അഴിച്ച് മാറ്റിക്കൊണ്ടാണ് നേരത്തെ പ്രതിഷേധമുണ്ടായത്. അതിനുശേഷം തൊട്ട് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവും കൂടി വന്നതോടുകൂടി അവർക്ക് അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് വളരെ എളുപ്പം തന്നെ ഇളക്കി മാറ്റാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ടുകൂടിയാണ് വളരെ അനായാസം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡ് വലിയ രീതിയിലുള്ള ഒരു ഇളക്കം സംഭവിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഒരു വശത്ത് പോലീസും മറുവശത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതിന് നടുവിലായി ബാരിക്കേഡും നിൽക്കുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. പ്രവർത്തകർ മറുവശത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. പക്ഷേ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആവർത്തിച്ച് നടത്തുന്നുണ്ട്. ഈ കാഞ്ഞങ്ങാട് DYSP ഓഫീസിന് മുന്നിലാണ്. ഇവിടെ ഒരു വശത്തൊരു ലോറി ഉൾപ്പെടെ ആ ലോറിയിലായിരുന്നു ഈ വടത്തിൻ്റെ ഒരു ഭാഗം കെട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്തെ കെട്ടുൾപ്പെടെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചു മാറ്റുകയും അങ്ങനെയാണ് ഈ ബാരിക്കേഡ് വളരെ എളുപ്പം അനായാസേന ഇളക്കാനും അത് പിടിച്ചു കുലുക്കാനും ഒക്കെ യൂത്ത് പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഈ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ഇവരെ പിന്തിരിപ്പിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള DCC പ്രസിഡന്റ് PK ഫൈസൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഭവ സ്ഥലത്തുണ്ട്. PK ഫൈസലാണ് ഈ മാർച്ചിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അവരുൾപ്പെടെ ഈ പറയുന്ന രീതിയിൽ പോലീസിന് ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി ഒരുപക്ഷെ മറുവശത്തേക്ക് താടിയാൽ അല്ലെങ്കിൽ മറുവശത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കടക്കാനുള്ള ഒരു ശ്രമം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഒരു സംഘർഷത്തിലേക്ക് എത്തും. ഇപ്പോൾ വടികെട്ടിയ വടികൾ ഇങ്ങനെ തുടർച്ചയായ രീതിയിൽ കൊടികെട്ടിയ വടികൾ ഇത്തരത്തിൽ തുടർച്ചയായ രീതിയിൽ ഈ പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് ഒരു പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. മറുവശത്തേക്ക് അതായത് പോലീസ് നിലയുറപ്പിച്ചിട്ടുള്ള ഭാഗത്തേക്ക് കടക്കാൻ ഏതെങ്കിലും ഒരു ശ്രമം ഉണ്ടായാൽ അത് പോലീസ് ആ രീതിയിൽ തന്നെ ഇന്നലെ തന്നെ ഈ മാർച്ചുകളെയൊക്കെ പോലീസ് വളരെ പ്രകോപനപരമായി തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. മാർച്ച് തുടങ്ങി വലിയ രീതിയിൽ ഒരു ചെറിയ ഒരു പ്രതിഷേധം ഒന്നും തള്ളും ഉണ്ടാകുമ്പോൾ പോലും
അത്തരത്തിൽ ലാത്തി ചാർജും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാത്തി പ്രയോഗം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരുന്നു. ഈ ബാരിക്കേഡിന് മുകളിൽ കയറുന്ന പ്രവർത്തകന്മാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറുവശത്തേക്ക് ചാടിക്കടക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം അല്ലെങ്കിൽ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതിൽ കൂടി ഈ പ്രതിഷേധം ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ്. ഒരു ഭാഗത്ത് നേതാക്കൾ ഈ പ്രവർത്തകരെ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുന്നവരെ, മറുവശത്ത് ബാരിക്കേഡ് കുലുക്കുന്നവരെയൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉൾപ്പെടെ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയോ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് അവസാനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും മുദ്രാവാക്യം വിളികളും ഈ പ്രതിഷേധവും ഇവിടെ തുടരുകയാണ്. സംഘർഷാവസ്ഥ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ലെങ്കിൽ കൂടി ജലപീരങ്കി ഒരു റൗണ്ട് പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രതിഷേധം തുടരുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിലുള്ള ജലപീരങ്കി പ്രയോഗമോ അല്ലെങ്കിൽ ലാത്തി ചാർജിലൊക്കെ ഉൾപ്പെടെ കടക്കുമെന്ന കാര്യത്തിലും നമുക്ക് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടി പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചുകൊണ്ട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധം അറിയിക്കുകയുമാണ്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകൻ ഇപ്പോൾ ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അർജുൻ കല്യാട്, ഇവർ പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്പസമയമായി ഈ നിലയിൽ തന്നെയാണ് പ്രതിഷേധം തുടരുന്നത്. അതായത് ഈ പ്രവർത്തകന്മാർ ഇവിടെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധം ഉയർത്തുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ഈ ബാരിക്കേഡിന് താഴെ നിന്ന് പ്രവർത്തകന്മാർ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നു. ആ രീതിയിൽ ഈ പ്രതിഷേധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ തയ്യാറാകുന്നില്ല. ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവർത്തകൻ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും അത് താഴെയുള്ള മറ്റ് പ്രവർത്തകന്മാർ ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രവർത്തകന്മാർ പിരിഞ്ഞു പോവാതെ ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ജലപീരങ്കി പ്രയോഗം ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രതിഷേധം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. മറുവശത്തുകൂടി നേരത്തെ ഈ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും രണ്ടറ്റത്തായി മതിലുകളാണ്. ഒരു മതിലിനറ്റത്തും രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. അവർ പോലീസിൻ്റെ ആ ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ ഇതിപ്പോൾ ജലപീരങ്കിയിൽ നേരത്തെ കൃത്യമായ രീതിയിൽ ജലപീരങ്കിയിൽ വെള്ളമില്ലായിരുന്നു. ജലപീരങ്കിയിൽ വെള്ളമില്ലാതെ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നേരെ ഒരേ നില തുടരുകയാണ്. അത് കൂടുതൽ സംഘർഷത്തിലേക്കോ പിരിച്ചുവിടുന്ന പോലീസ് നടപടിയിലേക്കോ വന്നാൽ നമുക്ക് വീണ്ടും എത്താം കാഞ്ഞങ്ങാട്ടേക്ക്. ജലപീരങ്കിയിൽ വെള്ളമില്ല, അതുകൊണ്ട് ഒരു കുപ്പി മിനറൽ വാട്ടർ പോലീസിന് നേരെ ഒഴിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. വ്യത്യസ്തമായ പ്രതിഷേധമാണ്. പോലീസിന് നേരെ ജലപീരങ്കിയല്ല, ജലബോട്ടിൽ. പോലീസിന് നേരെ വെള്ളം തളിച്ചതിന് ശേഷം ആ പ്രവർത്തകൻ താഴേക്ക് ഇറങ്ങി, അല്ലേ അർജുൻ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. പോലീസ് നേരത്തെ ജലപീരങ്കി പ്രയോഗം അത് ഫലം കണ്ടിരുന്നില്ല. എന്നാൽ ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയിട്ടുള്ള ആ പ്രവർത്തകൻ പോലീസിന് നേരെ ഒരു ബോട്ടിൽ വെള്ളം അവിടെ തെളിച്ചുകൊണ്ട് ആ പ്രതിഷേധം ഇവർ താൽക്കാലികമായി അവസാനിപ്പിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള സമരമാണ് മൻസൂർ ആശുപത്രിയിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കാഞ്ഞങ്ങാട് DYSP ഓഫീസിന് മുന്നിൽ നടന്നിട്ടുള്ളത്. ശക്തമായിട്ടുള്ള സമരം നേരത്തെ DYFIയുടെ നേതൃത്വത്തിലുള്ള സമരം നടന്നു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരവും കാഞ്ഞങ്ങാട് DYSP ആദ്യം DYFIയുടേത്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റേത്. ജലപീരങ്കിയിലെ വെള്ളം കുറച്ച് തമാശയുള്ള രംഗങ്ങളും അവിടെ നമുക്ക് കാട്ടിത്തന്നു. പല ദിശയിലേക്ക് പോകുന്നു, ആകാശത്തേക്ക് പോകുന്നു. അപ്പോൾ തിരിച്ച് ഒരു ബോട്ടിൽ വെള്ളം തിരിച്ചൊഴിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്.